രാവിലെ തന്നെ തൊടിയൊക്കെ നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു പുല്ലുവെട്ടി വാങ്ങി ഓൺലൈനിൽ. അപ്പോൾ അത് വെച്ചൊന്ന് പുല്ലുവെട്ടി നോക്കാമെന്ന് കരുതി തുടങ്ങുകയാണ് കേട്ടോ ഇന്ന്. ഇതൊരു കുട്ടി കണ്ണാടിയാ, കുഞ്ഞുങ്ങൾക്ക് വെട്ടാനുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ കണ്ണാടിയാ. വെട്ടി നോക്കണം. റോഡിൻ്റെ സൈഡിലേക്ക് പോകുന്നിടത്ത് നമുക്ക് നടന്നു പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ്. ഇപ്പോൾ കാന്താരിമുളക് പറിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ തോട്ടിലേക്ക് എപ്പോഴും എല്ലാ ദിവസവും നനയ്ക്കാനോ ഒക്കെ ആയിട്ട് പോകുന്നതൊക്കെ വഴിയാണ്. അപ്പോൾ തൊടിയിലൊക്കെ കംപ്ലീറ്റ് പുല്ലാണ്. അപ്പോൾ സാധാരണയായിട്ട് വെട്ടുന്നതെന്ന് ഇച്ചിരി എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളല്ലാണ്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ അത്യാവശ്യം അഫോർഡബിളായിട്ട് വാങ്ങാൻ കിട്ടിയതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വെട്ടാൻ പറ്റുന്നതാണ്. ചെറിയ ചെറിയ ഇച്ചിരി കട്ടിയുള്ള പുല്ലുമൊക്കെ വെട്ടാൻ പറ്റുന്നതാണ്. ആമസോണിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ വെട്ടി നോക്കി, അത് കഴിഞ്ഞ് കണ്ണൻ അത് വാങ്ങി വെട്ടി. പിന്നെ അച്ഛൻ എങ്ങനെയാണെന്നുള്ളത് വെട്ടി നോക്കി. അച്ഛനിങ്ങനെ അതിലിങ്ങനെ എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ അമർത്തി പിടിക്കുന്ന ഒരിതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കൈ ഇങ്ങനെ വിട്ടാൽ നിന്ന് കുറച്ച് ദിവസം എടുക്കുക എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ഡെയിലി ഇങ്ങനെ അരമണിക്കൂർ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലുള്ള കാട് മുഴുവൻ നമുക്കിങ്ങനെ വെട്ടി തെളിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചായിട്ട് ദിവസങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്കിതെല്ലാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഈസി ആയിട്ട് പുല്ല് വെട്ടാൻ പറ്റിയ മെഷീൻ്റെ ലിങ്ക് വേണ്ടവർ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. വഴുതനത്തോരൻ വെക്കാൻ അറിയാമോ? അറിയത്തില്ല. നീ വഴുതന മെഴുക്കൂട്ടിയാണോ വെക്കുന്നത്? പൊരിക്കും. അത് വഴുതനങ്ങയല്ല, അത് കത്രിക്കയല്ലേ പൊരിക്കുന്നത്? അല്ല, വഴുതനങ്ങ പൊരിക്കാം. രണ്ട് കത്രിക്ക പഴുത്തു പോയി കേട്ടോ. രണ്ട് കത്രിക്ക. ഈ വഴുതനങ്ങ എനിക്ക് പറിക്കാൻ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളത്. കാരണം എന്താണെന്നറിയാമോ? വഴുതന കൂടുതലുള്ളത്. അതെ, ഈ വഴുതനയിൽ ഒരുപാട് വഴുതനയുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടിക്കാർ വന്നപ്പോൾ പാർട്ടിയിലുള്ള വിജിൻ ചോദിച്ചു ആരാ വെച്ചേക്കുന്നത്, സീമയാണോ വെച്ചേക്കുന്നതെന്നൊക്കെ. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കത്ത് പോലും ഇല്ലാന്ന് അവൻ പറയും. അതുകൊണ്ട് പുഴു കുത്തിയത്. ആ പാർട്ടിക്കാരൻ വെജിനോട് ഇങ്ങോട്ട് വരാൻ പറയും. വഴുതനയിൽ മൊത്തം പുഴു കുത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓട്ടി വയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടോ, അയാൾ വന്ന് കണ്ണ് വെച്ചിട്ടാണ് പോയത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടോ. വിജിനെ നിനക്ക് മനസ്സിലായില്ലേ അതെന്ന്? ഷോ